നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തുടരുമ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ദിയാധനമായ 38 ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാലും റഹീമിന്റെ കാര്യത്തിലുള്ളതുപോലെ തന്നെ നിയമക്കുരുക്കുകൾ അനവധിയാണ്. 36 കോടി കൊടുത്തിട്ടും റഹീം ഇപ്പോഴും സൗദി ജയിലിൽ കഴിയുമ്പോൾ നിമിഷപ്രിയയുടെ കുടുംബത്തിനും ആശങ്ക വിട്ടുമാറുന്നില്ല. കഴിഞ്ഞ ഏപ്രിൽ 24-ന് യമൻ തലസ്ഥാനമായ സാനയിലെത്തി ജയിലിൽ നിമിഷപ്രിയയെ സന്ദർശിച്ച അമ്മ പ്രേമകുമാരി അവിടെ തന്നെ തുടരുകയാണ്. പ്രേമകുമാരിയും യമൻ പ്രവാസിയും മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവേൽ ജെറോമുമാണ് നിമിഷയുടെ മോചനത്തിനുള്ള ശ്രമം നടത്തുന്നത്. കൊല്ലപ്പെട്ട തലാൽ അഹമ്മദ് മഹ്ദിയുടെ കുടുംബം ആശ്വാസധനം അഥവാ ബ്ലഡ് മണി സ്വീകരിച്ച് നിമിഷയോട് ക്ഷമിക്കുന്നതോടെ മാത്രമേ ജയിൽ മോചനം സാധ്യമാകൂ. ഇന്ത്യൻ പ്രതിനിധികൾ ഏർപ്പെടുത്തിയ യമൻ സ്വദേശിയായ അഭിഭാഷകന്റെ സഹായത്തോടെ വേണം ചർച്ചകൾ തുടങ്ങാൻ. പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കുന്നതിനായി ഏകദേശം 38 ലക്ഷം രൂപയാണ് കണക്കാക്കുന്നത്. ഇത് നൽകിയ ശേഷം ചർച്ച നടത്തും. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും ചർച്ചയുടെ ഭാഗമാകും. ചർച്ചയിൽ ശുഭകരമായ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് നിമിഷയുടെ കുടുംബം പറയുന്നത്. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലാണ് 2017-ൽ യമനി സുപ്രീം കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. 2008-ൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ നിമിഷ സ്വകാര്യ ആശുപത്രിയിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. 2011-ലാണ് ടോമി തോമസിനെ വിവാഹം കഴിച്ചതും 2012-ൽ യമനിലേക്ക് പോകുന്നതും. ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ നഴ്സായി ക്ലിനിക്കിലുമാണ് ജോലി നേടിയത്. പിന്നീട് ഗർഭിണിയായതോടെ യമനിലുള്ള ഇരുവരുടെയും സാമ്പത്തിക സ്ഥിതി തങ്ങളെയും ഗർഭസ്ഥ ശിശുവിനെയും പാലിക്കാൻ തക്കവണ്ണം ഇല്ല എന്ന് തോന്നിയപ്പോൾ നിമിഷയുടെ ജോലിയിലെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തി ചെറിയ ക്ലിനിക്ക് തുറക്കാൻ ഇവർ പദ്ധതിയിടുകയായിരുന്നു. ഇതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹ്ദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയുമായിരുന്നു. യമനിലെ നിയമമനുസരിച്ച് ആശുപത്രി തുറക്കാൻ യമൻ പൗരത്വം ആവശ്യമാണ്. അതുകൊണ്ടാണ് തലാൽ അബ്ദുൽ മഹ്ദിയുടെ സഹായം തേടാൻ ഇവർ നിർബന്ധിതരായത്. ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം തന്നെ മഹ്ദിക്ക് കൈമാറി. അങ്ങനെ നിമിഷയ്ക്ക് ലൈസൻസ് ലഭിച്ചു. 2015-ൽ ക്ലിനിക്ക് തുറന്നു. എന്നാൽ ഇവിടെ നിന്നാണ് മറ്റൊരു തരത്തിലേക്ക് ഇവരുടെ ജീവിതം മാറി മറിയുന്നത്. 2015-ൽ യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഹൂതി വിമതരുടെ വർദ്ധിച്ചുവരുന്ന ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ ആളുകളെ യമനിലേക്ക് പോകുന്നത് വിലക്കുകയും ചെയ്തു. യമനിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി നിമിഷയും ഭർത്താവ് തോമസും മകളുമായി ഇന്ത്യയിലേക്ക് എത്തി. ബിസിനസിന് കൂടുതൽ പണം ആവശ്യമായി വന്നതും ഇതിന് കാരണമായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷം നിമിഷ വീണ്ടും യമനിലേക്ക് പോകാൻ തയ്യാറെടുത്തു. ഭർത്താവിനെയും മകളെയും പിന്നീട് കൊണ്ടുപോകാം എന്നാണ് ഉദ്ദേശിച്ചത്. എങ്കിലും പിന്നീട് യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങുകയായിരുന്നു. നിമിഷ തിരിച്ചെത്തിയതോടെ തലാലിന്റെ ഉദ്ദേശം മാറിയെന്നാണ് പിന്നീട് പറയുന്നത്. ആദ്യമെല്ലാം ബിസിനസ് പങ്കാളി എന്ന നിലയിൽ വളരെ മാന്യമായി ഇടപെട്ടിരുന്നു. എങ്കിലും പിന്നീട് മോദിയുടെ സ്വഭാവം മറ്റൊരു തരത്തിലേക്ക് മാറുകയും നിമിഷ തന്റെ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിക്കുകയും വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. പിന്നീട് ഇരുവരും വിവാഹം നടത്തി ഭീഷണിപ്പെടുത്തിയാണ് വിവാഹം നടത്തിയത് എന്നാണ് നിമിഷ പറയുന്നത്. പിന്നീട് തലാലിന്റെ ഇത്തരം പ്രവർത്തികളിൽ മടുപ്പ് തോന്നിയ നിമിഷ വിസയുടെ കാലാവധി അവസാനിക്കാറായതോടെ വിസ പുതുക്കാനെന്ന് പറഞ്ഞ് പാസ്പോർട്ട് ചോദിച്ചു. പക്ഷേ തലാൽ ഇത് നൽകാൻ വിസമ്മതിച്ചു. ഇരുവരും വഴക്കും തർക്കങ്ങളും പതിവായി. പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ തന്നെ പീഡിപ്പിച്ചുവെന്നും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയെന്നുമാണ് നിമിഷ പറയുന്നത്. തലാലിന്റെ പ്രവൃത്തിയിൽ അസ്വസ്ഥയായ നിമിഷ പോലീസിൽ പരാതി നൽകിയിരുന്നു. യമൻ പോലീസ് നടപടിയുമെടുത്തു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇയാൾ മോചിതനായി. 2016-ലാണ് ഇത്തരം സംഭവങ്ങളെല്ലാം നടക്കുന്നത്. തലാലിന്റെ മോചനത്തിനു ശേഷം നിമിഷ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ പാസ്പോർട്ട് അപ്പോഴും തലാലിന്റെ പക്കൽ തന്നെയായിരുന്നു. എങ്ങനെയും ഈ പാസ്പോർട്ട് കൈക്കലാക്കണം എന്ന് തീരുമാനിക്കുകയും സുഹൃത്ത് ഹനാനയോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഹനാനയുടെ നിർദ്ദേശപ്രകാരമാണ് നിമിഷ തലാലിന് മയക്കത്തിനുള്ള ഇഞ്ചക്ഷൻ നൽകുന്നത്. അങ്ങനെ അബോധാവസ്ഥയിലാകുമ്പോൾ പാസ്പോർട്ട് കയ്യിലടക്കാം എന്നാണ് കരുതിയത്. പക്ഷെ മരുന്നിന്റെ അമിതോപയോഗം മൂലം തലാൽ മരിക്കുകയായിരുന്നു. തലാലിന്റെ മരണത്തിൽ ഇരുവരും ഭയന്നു. പിന്നീട് മൃതദേഹം സംസ്കരിക്കാൻ പദ്ധതിയിട്ടു. മൃതദേഹം പല കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു എന്നാണ് കേസ്. മഹ്ദിക്ക് ബോധം പോയപ്പോൾ നേരെ പാസ്പോർട്ട് കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നുമാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ മഹ്ദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ നിന്ന് തന്നെ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതോടെ നിമിഷപ്രിയ കുടുങ്ങുകയായിരുന്നു.
2017 ജൂലൈയിലാണ് യമൻ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. വിചാരണയ്ക്കൊടുവിൽ 2018 നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത്. അപ്പീൽ കോടതി 2020 ഈ വധശിക്ഷ ശരിവച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇനി കുടുംബം മുട്ടാത്ത വാതിലുകളൊന്നും തന്നെയില്ല. ഇതിനിടയിലാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി സഹായിക്കണമെന്നാവശ്യപ്പെട്ട് മാതാവ് വീണ്ടും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. റഹീമിന്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ ദിയാധനം എന്ന സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. 36 കോടി റഹീമിന് നൽകിയ മലയാളികളുടെ സുമനസിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നിമിഷപ്രിയയുടെ മകളും അമ്മയും. എന്നാൽ മോചനത്തിന് ഇനി എത്ര കാലം, എന്തെല്ലാം കടമ്പകൾ എന്നൊന്നും തന്നെ ആർക്കും അറിയില്ല. ഏതായാലും പ്രാരംഭ ചെലവുകൾക്കായി 38 ലക്ഷം രൂപ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. ഇതിനായി ആക്ഷൻ കൗൺസിൽ SBIയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. നമ്പർ 00004084737087 എന്നാണ്. IFSC കോഡ് വരുന്നത് SBIN 0000893.